ഇത്രയും നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ടാതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ എന്റെ അമ്മച്ചേ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ആരൊക്കെ വന്നിരിക്കണേ നോക്കിയേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദോരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. അയ്യോ, താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. സിസിലി, നീ ചായ പീന്ന വട കൊടുത്തിട്ടോ? എന്നാലും പറഞ്ഞ പോലെ ചെയ്തു. അമ്മച്ചിക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? ചേട്ടാ മാറി. അപ്പനെന്താ ഭാരാ? എന്താ? ഞങ്ങളുടെ അപ്പൻ കെട്ടിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയില് നിക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാറണോ? വേണ്ട. അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല, ആരാ? പിടിച്ചോ, പിടിച്ചേറ്റ് അപ്പം താഴെ പോവല്ലേ? പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മള് സൂക്ഷിക്കേണ്ട ആളാണ് അപ്പാ. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി? ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുതിരിക്കും ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പണല്ലേ ഉള്ളൂ അപ്പാ. സിസിലി, ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. ചേട്ടനൊരു കാര്യം. ചേട്ടാ എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ.
എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരമായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിയിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവും അവിടെ. എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പൊ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കെളിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കായിരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമാ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ? അവളെ കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല. അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നതാ. അവരായിട്ട് കണ്ടതാ. നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ അങ്ങോട്ട് മാറിക്കോ. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ അടിച്ചോ. കുളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേന്ദ്രം പോയി. വേണ്ട വേണ്ട.
ആവേശം ഇങ്ങനെ ഇരിക്കും. ജീവൻ വേണമെങ്കിൽ ജീപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ ഇവരൊക്കെ തലേക്കറി. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവേശത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്? എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഇതാരാ? ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്ക് മുതലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിണറ്റിൽ കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയി ജോസ് ചേട്ടനോ മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീട് അന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാറാണെങ്കിൽ ഇത് പുലിയാണ്. വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും. ഞാൻ ചെല്ലട്ടെ. അയ്യോ.